അങ്ങനെ അവസാനം നന്ദിനിയും അവളുടെ ഹസ്ബൻഡും പുതിയൊരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുകയാണ്. ഇനിയെങ്കിലും അവർ തമ്മിൽ സ്മൂത്ത് ആയിട്ട് പോകുന്നു വിചാരിച്ചാൽ പെട്ടെന്ന് ഒരു രാത്രി അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഹീറോയിന് കോൾ ചെയ്യുമ്പോൾ നന്ദിനിക്കാണെങ്കിൽ വീട്ടിൽ ചെറിയ അപകടം പറ്റിയ കാര്യം പറയാണ്. സോ ഹീറോയിനും അവളെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. പക്ഷെ അവളുടെ ദേഹത്തുള്ള മുറിവ് കാണുമ്പോൾ അറിയത് താഴെ വീണപ്പോൾ സംഭവിച്ച പോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിന് വീണ്ടും അവന് മേലെ സംശയം തോന്നുന്നു. സോ അവനെ ഒറ്റയ്ക്ക് വെളിയിലേക്ക് വിളിച്ച് നടന്ന് സത്യം ചോദിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവനാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല, ഞാൻ പോയി നോക്കുന്ന സമയത്ത് അവൾ ബാത്റൂമിൽ വഴിക്ക് വീണ് കിടക്കണ്ടായിരുന്നു പറയും. അറ്റ് ദ സെയിം ടൈം റൂമിൽ നന്ദിനിയാണെങ്കിൽ അരമയക്കത്തിൽ തന്നെ തൊടണ്ട വീട് എന്നെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഡോക്ടേഴ്സ് കേൾക്കും. അതുകൊണ്ട് ഞാൻ ഡോക്ടേഴ്സ് പോലീസിന് ഇൻഫോം ചെയ്യാണ്. വൈകാതെ ഹോസ്പിറ്റലിലേക്ക് പോലീസ് എത്തും. അവർ നന്ദിനിയുടെ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യാനായിട്ട് വരികയാണ്. പക്ഷെ അവന്റെ വീട്ടുകാരാണെങ്കിൽ ഒരു പരാതിയില്ല എന്ന് പറയും. അത് മാത്രമല്ല നന്ദിനിക്ക് മെന്റലി പ്രോബ്ലംസ് ഉണ്ട് പറഞ്ഞ് അതും മരുന്നിന്റെ കവറും കാണിക്കണം. സോ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഹീറോയിനാണെങ്കിൽ പോലീസുകാരോട് ഞാൻ കേസ് അവൻ അറസ്റ്റ് ചെയ്യണമെന്ന് പറയും. പക്ഷെ പോലീസുകാരാണെങ്കിൽ നന്ദിനിയുടെ കൺസേൺ ഇല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല പറയാണ്. ഹീറോയിനോട് നന്ദിനിയാണെങ്കിൽ അവൻ ഇനിയും മാറിയിട്ടില്ല. അവൻ സെക്സിനോട് ടോർച്ചർ ചെയ്ത കാര്യം പറയാണ്. അങ്ങനെയായിരിക്കും മുറിവ് സംഭവിച്ചിട്ടുണ്ടാവുക. സോ അതിന്റെ ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരുന്ന ഹീറോയിനാണെങ്കിൽ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഞാൻ അപ്പോഴും നിങ്ങളുടെ മകനെ കുറിച്ചും അവരുടെ സ്വഭാവത്തെ കുറിച്ചും നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആരും തന്നെ കാര്യമൊക്കെ എടുത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ മാത്രമാണ് വലുത്, അവൾക്ക് സംഭവിച്ചൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. പക്ഷെ ആ സമയത്ത് അവനാണെങ്കിൽ ഹീറോയിനെ എതിർത്ത് അവളുടെ മേലെ ദേഷ്യപ്പെടുകയാണ്. നിനക്ക് എന്നെയും അവളെ പോലെ ഹോസ്പിറ്റലിൽ കിടത്തുന്ന പറഞ്ഞ് ചൂടാവാണ്. പക്ഷെ എല്ലാവരും ചേർന്ന് ഹീറോയിനെ മാറ്റിയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ നന്ദിനി ബ്രെയിൻ വാഷിനായിട്ട് പോകുകയാണ്. ആരും ചോദിച്ചാലും നടന്ന കാര്യം പറയണ്ടെന്ന് പറയും. പകരം ബാത്റൂമിൽ വഴിക്ക് വേണമെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഇവളും പേടിച്ചിട്ട് പോലീസിൽ കൊണ്ടുപോലും അതിനെ കുറിച്ച് ഒന്നും പറയില്ല. പക്ഷെ പോലീസുകാരാണെങ്കിൽ ഹീറോയിനെ കോൾ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ കൂടെ സപ്പോർട്ടിലാണെങ്കിൽ അവൾ എല്ലാ കാര്യം തുറന്നു പറയും. ഡൊമസ്റ്റിക് വയലൻസിനായിട്ട് അടുത്ത ദിവസം പോലീസ് അവന്റെ വീട്ടിലേക്ക് അറസ്റ്റ് ചെയ്യാണ്. നെക്സ്റ്റ് എപ്പിസോഡ് വേണമെങ്കിൽ അത് കമന്റ് വീഡിയോക്ക് ലൈക്കും ചെയ്യുക.